ഇക്ബാലിലേക്ക് വീണ്ടും പോകട്ടെ. ഇക്ബാൽ KPM റീജൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇക്ബാൽ 2002 റൂമിലാണ് രാഹുൽ താമസിച്ചിരുന്നത്. രാഹുലിന്റെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഫോണാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. പാസ്വേഡ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ പരിശോധന എത്രത്തോളം സാധ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹരി പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിൽ അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത് പോലെ നിരവധി പേരുടെ ദൃശ്യങ്ങൾ ഉണ്ട് എന്നതുകൂടിയാണ്. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് തെളിയിക്കാൻ തീർച്ചയായും അതൊക്കെ തന്നെയും ശാസ്ത്രീയമായ തെളിവുകളായി ശേഖരിക്കേണ്ടതുണ്ട്. വിനീത, തീർച്ചയായും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അടങ്ങുന്നത് കൊണ്ട് തന്നെയായിരിക്കണം ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൊബൈൽ ഫോണുകളുടെ ഒന്നും പാസ്വേഡുകൾ നൽകാതിരിക്കുന്നത്. പോലീസ് സംഘം ഇത്തരത്തിൽ രാഹുലിന്റെ കയ്യിൽ ഏതെല്ലാം ഇലക്ട്രോണിക് ഡിവൈസസുകൾ ഉണ്ട് അതെല്ലാം കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇതിന്റെ ഭാഗമായി പാലക്കാട്ടേക്ക് എത്തി പരിശോധന നടത്തുന്നത്. KPM ഹോട്ടലിൽ KPM ഹോട്ടലിലെ 2002 എന്ന മുറിയിലെ വിനീത, തീർച്ചയായും KPM ഹോട്ടലിലെ 2002 എന്ന് പറയുന്ന മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നത്. ആ മുറിയിൽ തന്നെ ആയിരിക്കണം രാഹുലിന്റെ ഈ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസ് സംഘവും കരുതിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന നടത്തിയത്. നേരത്തെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. രാഹുലിനെ ഒരു തരത്തിലും അവിടെയുള്ള ഒരു വസ്തുക്കളും എടുക്കാൻ അനുവദിക്കാതെയായിരുന്നു പോലീസിന് നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 40 സെക്കൻഡിനകത്ത് തന്നെ മുറിക്കകത്ത് നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ഈ മുറിക്കകത്ത് ഉണ്ടാവുമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയും നടത്തിയത്. ഏതായാലും ഈ ഹോട്ടലിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പോലീസ് സംഘം എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ 1 മണിക്കൂറോളമാണ് ഈ പരിശോധന നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പിന്നീട് ഉദ്യോഗസ്ഥർ മടങ്ങിയെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ജീവനക്കാരിൽ ചില ആളുകളുണ്ട്. ഇന്നലെ എത്ര മണിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നത്? ഞാൻ ലീവായിരുന്നു. ശരി ഇക്ബാൽ, അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. നമുക്ക് അല്ലല്ല, എനിക്ക് അറിയില്ല, ഞാൻ ലീവായിരുന്നു. ഇക്ബാൽ, അവിടെയുള്ള ജീവനക്കാരെ നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. നമുക്കതിന്റെ വിവരങ്ങൾ എടുത്താൽ മതിയായിരുന്നു. കാരണം അവർ റിസപ്ഷനിൽ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. മാനേജർ ലെവലിലുള്ള ആരെങ്കിലും ആണെങ്കിൽ മാത്രം പ്രതികരണം തേടിയാൽ മതിയാകും. ഏതായാലും നിർണായകമായ പരിശോധനയാണ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ പരിശോധന നീണ്ടു. ഇന്നലെ ഉച്ചയോടെ ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധന അല്ലേ ഇക്ബാൽ? തീർച്ചയായും വിനീത, 1 മണിക്കൂറോളം ഈ പരിശോധന നടക്കുകയായിരുന്നു. ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ പാലക്കാട്ടേക്ക് എത്തുകയും പിന്നീട് ഹോട്ടലിലേക്ക് എത്തി പരിശോധന നടത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2 മണിവരെ ഈ പരിശോധന തുടർന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. 1 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർണായക KPM റീജൻസിയിൽ തുടരുന്നത്.